ദേവതാധികരണം. തദുപര്യപി ബാദരായണഃ സംഭവാത്. സൂത്രം 26. അപ്പോൾ നമ്മളിപ്പോൾ അങ്കുഷ്ടമാത്ര പുരുഷനെ കുറിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്കുഷ്ടമാത്ര പുരുഷോന്തരാത്മാ സദാ ജനാനാം ഹൃദയേ സന്നിവിഷ്ടഃ. ഇപ്രകാരമെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഈ അങ്കുഷ്ടമാത്ര പുരുഷനെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ ഈ അങ്കുഷ്ടമാത്ര പുരുഷൻ മനുഷ്യനോടുള്ള ഉപദേശമായതുകൊണ്ട് മനുഷ്യൻ്റെ തള്ളവിരലിൻ്റെ വലിപ്പത്തിലുള്ള പുരുഷൻ എന്ന അർത്ഥം എടുത്താൽ മതി എന്ന് വേണം. അപ്പോൾ നമുക്കിവിടെ പ്രമിത എന്ന് കാണുമല്ലോ. ഈ പ്രമിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വാക്കാണ് പരിമിത. അപ്പം പ്രമിത സമം പരിമിത, അത്രയേ ഉള്ളൂ. മിത പരിമിത എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ്, അല്പനായ എന്നുള്ള അർത്ഥം കിട്ടും. അതുകൊണ്ട് ഈ കൈവിരലിൻ്റെ ഈ തള്ളവിരലിൻ്റെ വലിപ്പത്തിലുള്ള പുരുഷൻ എന്നുള്ള അർത്ഥം കിട്ടും. അത് ഒരു പ്രയോഗം മാത്രമാണ്, അല്ലാതെ കൃത്യമായിട്ട് തള്ളവിരലിൻ്റെ വലിപ്പത്തിലുള്ള പുരുഷനെ വെച്ചുകൊണ്ട് ഇനിയും പ്രതിഷ്ഠിക്കുക അങ്ങനെ വെച്ചുകൊണ്ട് തുടങ്ങരുത്. തള്ളവിരൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഇതാണ് അങ്കുഷ്ടമാത്ര പുരുഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ക്ഷേത്രം പണിയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ശരീരങ്ങൾ, എല്ലാ ഹൃദയങ്ങൾ ആ ക്ഷേത്രമാണ്. അപ്പോൾ ഇനി അടുത്തതാണ് ദേവതാധികരണം. അങ്ങനെ വരുമ്പോൾ ചോദ്യം, ഈ ദേവതയ്ക്ക് ബ്രഹ്മജ്ഞാനത്തിന് അർഹതയുണ്ടോ? ആ അർഹതയുണ്ടെങ്കിൽ ഈ അങ്കുഷ്ടമാത്ര പുരുഷന് ഈ ദേവതയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ശരിയാകും? അപ്പം അങ്കുഷ്ടമാത്ര പുരുഷനെ സാക്ഷാത്കരിക്കുമ്പോഴാണല്ലോ ബ്രഹ്മജ്ഞാനം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ദേവതയ്ക്ക് ഈ അങ്കുഷ്ടമാത്ര പുരുഷനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ, അതോ ദേവത ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് ഇനിയുള്ള സൂത്രങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. ദേവൻ, ഈശ്വരൻ, ബ്രഹ്മം. ഇപ്പോൾ നമ്മൾ സാധാരണഗതി എല്ലാം ഒന്നായിട്ട് തന്നെ എടുക്കും. ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ എടുക്കാൻ പാടില്ല. ദേവൻ വേറെ, ഈശ്വരൻ വേറെ, ബ്രഹ്മം വേറെ. ഇതെല്ലാം വേറെ വേറെ ആയിട്ടുള്ളത് വേറെ വേറെ ആയിട്ട് തന്നെ എടുക്കണം. ഇവിടെ ദേവൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രാദേഹ എന്നാണ്. ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഛാന്ദോഗ്യോപനിഷത്ത് കാണുകയുണ്ടായി. ദേവരാജാവായ ഇന്ദ്രൻ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ആത്മജ്ഞാനം നേടി എന്നുള്ളതാണ് നമുക്ക് അവിടെ കഥയിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ആ കഥയിൽ കൂടെ തന്നെ, അതായത് ആ ഉപനിഷത്ത് വാക്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇന്ദ്രനും പോയിട്ട് ബ്രഹ്മജ്ഞാനം നേടാൻ സാധിക്കും, നേടേണ്ടതാണ് എന്ന്. ബ്രഹ്മജ്ഞാനത്തോടുകൂടി ജനിക്കുന്നതല്ല ഇന്ദ്രൻ, പകരം ഇന്ദ്രനും ബ്രഹ്മജ്ഞാനം നേടേണ്ടതാണ്. അപ്പം ഈ ബ്രഹ്മജ്ഞാനം നേടാത്ത ഒരു ഇന്ദ്രൻ ഉണ്ടാകുമോ? ഉണ്ടാവാമല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്ദ്രൻ പോയി നേടിയത്. ഇന്ദ്രൻ നേടുന്നതിന് മുമ്പ് ഇന്ദ്രന് ബ്രഹ്മജ്ഞാനം ഇല്ലായിരുന്നു. ഇനി അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചാരംഭം എന്ന് വേണ്ടെങ്കിൽ അതിനു മുമ്പുള്ള പ്രപഞ്ചമായാലും എത്രയായി കഴിഞ്ഞാലും ഒരേ ഒരു ഇന്ദ്രനോ എല്ലായ്പ്പോഴും അങ്ങനെ ഒന്നില്ല. പല ഇന്ദ്രന്മാർ, അതായത് ഓരോരോ സൃഷ്ടിയിലും ഓരോരുത്തരായിരിക്കും ഇന്ദ്രനായിട്ട് വരിക. ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ ഈ ദേവതാധികരണത്തിൻ്റെ കീഴിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ സൂത്രം ഇതാണ്, തദുപര്യപി ബാദരായണഃ എന്ന്. ഇപ്പം തദുപര്യപി എന്ന് പറയുമ്പോൾ ഇപ്പം മനുഷ്യൻ്റെ കാര്യത്തിലാണല്ലോ നമ്മൾ ഇതുവരെയായിട്ട് അങ്കുഷ്ടമാത്ര പുരുഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അങ്കുഷ്ടമാത്ര പുരുഷ അന്തരാത്മാ സദാ ജനാനാം ഹൃദയേ സന്നിവിഷ്ട എന്നാണ് കാടകോപനിഷത്ത് പറഞ്ഞത്. അപ്പം ജനാനാം ഹൃദയേ സന്നിവിഷ്ട എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനാനാം എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരെയാണ്. അപ്പോൾ ഇവിടെ തദുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്കും ഉപരിയായിട്ട്, തദുപരി അപി മനുഷ്യർക്ക് ഉപരിയായിട്ട് ബാദരായണഃ സംഭവാത് എന്ന്. ബ്രഹ്മവിദ്യയിൽ മനുഷ്യർക്കുപരിയായിട്ട് ദേവന്മാർക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാരാ പറഞ്ഞത്? ബാദരായണൻ. ബ്രഹ്മവിദ്യയ്ക്ക് ദേവന്മാർക്കും അധികാരമുണ്ടെന്ന് നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. ഇപ്പം തദുപര്യപി എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ നിന്നും മീതെയുള്ളവർ എന്നർത്ഥം എടുക്കണം തദുപര്യപി. അപ്പോൾ ഇവിടെ നമുക്ക്
ഈ ഒരു വലിയൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ എന്ന് പറയുമ്പം മനുഷ്യന് ഉപരിയായിട്ട് ദേവതകൾക്ക് ബ്രഹ്മജ്ഞാനത്തിന് അധികാരമുണ്ടോ? അപ്പം ബ്രഹ്മജ്ഞാനത്തിന് ദേവകൾക്ക് അധികാരമുണ്ടോ? അതോടൊപ്പം തന്നെ അസുരന്മാർക്ക് അധികാരമുണ്ടോ? അങ്ങനെയുണ്ടല്ലോ, അസുരന്മാർക്ക് അധികാരമുണ്ടോ? നമ്മൾ എവിടെ ഒരിടത്ത് കാണുകയുണ്ടായി, ദേവന്മാരും അസുരന്മാരും എല്ലാം ദേവതാ ഗണത്തിൽ തന്നെ പെട്ടതാണ്. അതുകൊണ്ട് അധികാരം അസുരന്മാർക്ക് ഇല്ലാതാവുന്നില്ല. അങ്ങനെ അസുരന്മാർക്ക് അധികാരം ഇല്ലായിരുന്നു എങ്കിൽ മഹാബലിക്ക് പിന്നെ പ്രഹ്ലാദൻ ഇങ്ങനെയുള്ളവരുടെ കാര്യമൊന്നും പറയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ആർക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് ജിജ്ഞാസയുണ്ടാകുകയും പിന്നെ ഉപദേശത്തിന് വേണ്ടിയിട്ട് ഗുരുവിനെ സമീപിക്കുകയും പിന്നീട് ആ ഉപദേശാനുസരണം ശ്രവണം എന്ന് പറയുന്ന ഉപദേശമായി മനനനിധ്യാസനങ്ങൾ വേണ്ട വിധം ചെയ്യുകയും പിന്നെ ഈശ്വരാനുഗ്രഹം എല്ലാം കൂടെ ഒത്തു വന്നു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ അതിനകത്ത് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ഇപ്പം ദേവതാധികരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ അസുരന്മാരുടെ കാര്യം എടുത്ത് ചർച്ചയിൽ വരാത്തത് കാരണം അവരെ വിടാം. പരം ഇന്ദ്രൻ എന്ന് തുടങ്ങിയിട്ടുള്ള ദേവന്മാരെക്കുറിച്ച് മാത്രം നമുക്കിവിടെ തൽക്കാലം ഈ ടോപ്പിക്കിൽ നമുക്ക് ഒതുങ്ങാം. അസുരന്മാരെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ദേവന്മാരും അസുരന്മാരും ശരിക്കും ദേവവിഭാഗത്തിൽ തന്നെയായിട്ടാണ് നമ്മൾ മുമ്പേ തന്നെ കണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഈ ബ്രഹ്മാവിനെ കാണാൻ പോകുന്ന അസുര രാജാവിനെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. പിന്നെ ആ കഥയിലെ അപ്പോൾ ഉപദേശം പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുള്ളൂ. അല്ലാതെ വരാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ മാറ്റി നിർത്തിയില്ല. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിലുള്ള ഒരു ഭീകര സത്വമായിട്ടുള്ള ഒരു അസുരൻ എന്നുള്ള ദൃഷ്ടിയിലല്ല ഇവിടുത്തെ അസുരൻ എന്നൊക്കെ പറയുന്നത്. അവരൊക്കെ എന്ന് പറയുന്നത് അതായത് ഒരു വിഭാഗം ജനങ്ങൾ എന്ന് മാത്രമാണ് ഈ അസുരന്മാരെന്ന് പറയുന്നുണ്ട്. ജനങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരല്ല, മനുഷ്യർക്ക് ഉപരിയായിട്ടുള്ള ദേവലോകവാസികൾ എന്നുള്ളത്. അസുരലോകവാസികൾ, ദേവലോകവാസികൾ ഇവരെല്ലാവരും ഉപരിയായിട്ടുള്ള ലോകങ്ങളിൽ വസിക്കുന്നവർ എന്നുള്ള ആ അർത്ഥത്തിലാണ്. നികൃഷ്ടർ എന്നുള്ള അർത്ഥത്തിലല്ല ഈ അസുരന്മാരെ കുറിച്ച് പറയുന്നത്. അത് വേറെ ഒരു വിഭാഗം ആൾക്കാരെന്ന് മാത്രം. സുരന്മാരെന്നും അസുരന്മാരും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതായത് ഒരേ പിതാവിൻ്റെ തന്നെ രണ്ട് വിഭാഗം, രണ്ട് മാതാക്കളിൽ ഉണ്ടായവർ എന്നർത്ഥമേ അവിടെ വരുന്നുള്ളൂ. ദിതിയിലും അതിഥിയിലും ഇങ്ങനെ ഉണ്ടായവർ. അപ്പോൾ ഇവിടെ ഒന്നാമത്തേത് ബ്രഹ്മജ്ഞാനം സാധ്യമാകുന്നത് എങ്ങനെ? നമുക്കറിയാം, ബ്രഹ്മജ്ഞാനത്തിന് ഗുരുപദേശം വേണം. ഗുരുപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രോപദേശം തന്നെയാണ് ഗുരുപദേശം. ശാസ്ത്ര ഭിന്നമായിട്ടുള്ള ഒരു ഗുരുപദേശമല്ല. അപ്പോൾ ഗുരുപദേശം എന്ന് പറയുന്നത് ശാസ്ത്രം തന്നെയാണ്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് വേദമാണ്. അപ്പോൾ വേദാധികാരം എന്ന് പറയുന്നത് ഇവിടെ നിരൂപണം ചെയ്യേണ്ടി വരുന്നു. വേദാധികാരത്തിലൂടെ അല്ലെങ്കിൽ വേദജ്ഞാനത്തിലൂടെ അല്ലാതെ ഒരു ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് സ്വീകാര്യമല്ല, സാധ്യമല്ല. അപ്പോൾ അത് രണ്ടും അങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രമാണാപേക്ഷ കൂടാതെയുള്ള ബ്രഹ്മജ്ഞാനം എന്ന് പറയേണ്ടി വരും. അപ്പം ജ്ഞാനത്തിന് പ്രമാണം ജ്ഞാനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പം അവിടെയും ജ്ഞാനം തന്നെയാണ്, ജ്ഞാനമല്ലാത്ത ഒരു ബ്രഹ്മമല്ല. അപ്പം അങ്ങനെ വരുമ്പം ജ്ഞാനത്തിന് പ്രമാണം വേണം. ആ പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ ശ്രുതി പ്രമാണവുമാണ്. അപ്പോൾ ശ്രുതി പ്രമാണത്തിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു പ്രമാണം ബ്രഹ്മജ്ഞാനം ലഭിക്കാൻ ദേവന്മാർക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. കാരണം അവിടെ ഈ ആദിയിൽ വേദമുണ്ടായി എന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട. പിന്നീട് ആ വേദം നിത്യമാണ് എന്നും അതും ബ്രഹ്മാവിന് കിട്ടി എന്നുള്ളതും, ബ്രഹ്മാവിന് കിട്ടിയതായിട്ടുള്ള വേദം ബ്രഹ്മാവ് പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ഉപദേശിച്ചു കൊടുത്തതാണ് എന്നും പിന്നീട് ഇത് കാലാന്തരത്തിൽ ഋഷിമാർക്ക് ലഭിച്ചതാണെന്നും ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇതിൻ്റെ ക്രമം പോയിരിക്കുന്നത്. അപ്പോൾ ഈ ക്രമത്തിൽ വേദം ബ്രഹ്മാവിനാൽ തന്നെ ഉപദേശിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് വേദം തന്നെയാണ് ദേവന്മാർക്കും പ്രാപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിനായിട്ട് അവർക്കും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ആ തരത്തിൽ നമുക്ക് കാണാം. രണ്ടാമതായിട്ട് വേദോപദേശം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഉപനയനം വേണമല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ ക്രമം കിടക്കുന്നത്.
അപ്പോൾ ഉപനയനം വേണം. പിന്നെ ഉപനയനത്തിലൂടെ കർമാധികാരമാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഉപനയനം തന്നെ കർമ്മത്തിന് അധികാരിയാക്കിയാണല്ലോ ചെയ്യുന്നത്. അതായത് ആ കർമ്മം എന്ന് പറയുന്നത് ഈ കാമ്യകർമ്മങ്ങൾ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിത്യനൈമിത്യ കർമ്മങ്ങൾ അതിനകത്ത് പെടുന്നുണ്ട്. അപ്പോൾ നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം സന്ധ്യ, പ്രാതസന്ധ്യ ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതേമാതിരി ചെറിയ ഈ ഹോമം നടത്താൻ ബാധ്യസ്ഥരാണ്. പിന്നെ ഗായത്രി ജപിക്കാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു കർമ്മ അധികാരം തന്നെയുണ്ട്. കാമ്യകർമാധികാരം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദേവന്മാർക്ക് കർമാധികാരം ഉണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് അത് മാറുമോ? നമുക്കറിയാം ദേവന്മാർക്ക് കർമാധികാരമില്ല, പകരം കർമാധികാരം ഉള്ളത് മനുഷ്യർക്ക് മാത്രമാണെന്നാണ് നമ്മൾ ഇതുവരെയും പഠിച്ചിരിക്കുന്നത്. ഇപ്പം ദേവന്മാർക്ക് കർമാധികാരമില്ല. അതേമാതിരി മനുഷ്യർക്കാണെന്നുണ്ടെങ്കിൽ തന്നെയും ഈ ചാതുർവർണ്ണീയ വ്യവസ്ഥയ്ക്കുള്ളിലാണ് മാത്രമാണ് ഈ കർമാധികാരത്തിൻ്റെ ഒരു പ്രസക്തി വരുന്നത് തന്നെ. അതിൽ തന്നെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർക്കാണ് ഈ വൈദിക കർമാധികാരമുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ വിഷയം വൈദിക കർമാധികാരം മാത്രമാണ്. വൈദിക കർമാധികാരം ഉപനയനാനന്തരം വേദപഠനത്തിലൂടെ മാത്രം അത് രണ്ടും കൂടെ സംബന്ധിക്കപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ വേദാധികാരം ദേവന്മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉപനയനം നടത്തേണ്ടി വരുന്നു. ഉപനയനം നടത്തിക്കഴിഞ്ഞാൽ അവർ നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് പിന്നെ ഒരു ഗൃഹസ്ഥരും ആവും. തീർച്ചയായിട്ടും ഇവരെല്ലാം ശചീദേവി പത്നിയായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദേവന്മാർക്കെല്ലാം പത്നിമാരുണ്ടല്ലോ. ഇപ്പം സ്വാഹ എന്ന് പറഞ്ഞ ദേവന് പത്നിയുണ്ട്. പിന്നെ സജ്ഞ എന്ന് ദേവി മറ്റേ സൂര്യദേവന് പത്നിയായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ദേവന്മാർക്കും പത്നിമാരുണ്ട്. അപ്പോൾ അത് കാരണം അവരെ കാമ്യകർമ്മങ്ങൾ ചെയ്യാനും ബാധ്യസ്ഥരാണ്. നിത്യനൈമിത്യ കർമ്മങ്ങൾ അവർക്കും ബാധ്യസ്ഥരാണ്. ചുരുക്കത്തിൽ യഥാ മനുഷ്യ തഥാ ദേവ എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതി വരും. അപ്പോൾ മനുഷ്യർ ചെയ്യുന്നത് മാതിരി ദേവന്മാരും ഈ മാതിരി കർമ്മബദ്ധരായിട്ടിരിക്കേണ്ടി വരും. അപ്പം ദേവന്മാർ കർമ്മബദ്ധരായിട്ടാണ് എന്ന് പറയാൻ സാധ്യമല്ല. ദേവന്മാർക്ക് കർമാധികാരമില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ദേവന്മാർക്ക് കർമാധികാരം ഇനി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ ഹവിസ് ആരെ ഉദ്ദേശിച്ച് കൊടുക്കും? അപ്പോൾ മനുഷ്യന് കർമാധികാരം ഉള്ളപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന കർമ്മം ദേവന്മാർ ഹവിസ് സ്വീകരിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് മനുഷ്യന് വൈദികർമ്മം ചെയ്യാൻ പറ്റുന്നത്. ദേവന്മാർക്ക് ഹവിസ് സ്വീകരിക്കാൻ ദേവന്മാരില്ല എങ്കിൽ പിന്നെ വൈദിക കർമ്മം? അപ്പം ദേവന്മാരുടെ അസ്തിത്വം അംഗീകരിക്കുന്നവർക്ക് മാത്രമേ വൈദിക കർമ്മം ചെയ്യാൻ തന്നെ സാധ്യമാവത്തുള്ളൂ. കാരണം അർപ്പിക്കുന്ന ഹവിസ് ആരെങ്കിലും സ്വീകരിക്കണ്ടേ? അപ്പോൾ ഈ ദേവന്മാരാണെങ്കിൽ ഈ ദേവന്മാരെ നമ്മൾ പരമേശ്വരനായിട്ട് കാണുകയും ചെയ്യരുത്. അപ്പം ദേവന്മാർ വേറെ, പരമേശ്വരൻ വേറെ. അപ്പോൾ അതുകൊണ്ട് ഈ ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവിസ് സ്വീകരിക്കുവാൻ യോഗ്യരായിട്ടുള്ളവരാണ് എന്ന് നമുക്കറിയാം. ഹവിസ് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവർ ഈ ഇഷ്ടകാമ്യങ്ങൾ, അത് കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കൊടുക്കാനും അതേമാതിരി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടത്താനും ഒക്കെ യോഗ്യരായിട്ടുള്ളവരാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ സംശയം ഇതാണ്, ഇവർക്ക് ഈ വേദാധികാരം അവർക്ക് കിട്ടിയോ? അങ്ങനെ വേദാധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉപനയനം നടത്തേണ്ടി വരുമോ? ഉപനയനം നടത്തിക്കഴിഞ്ഞാൽ കാമ്യകർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഇവർക്ക് വേദാധികാരം എന്നുള്ളത്. ഇവിടെ നമ്മൾ വേദാധികാരം എന്ന് പറയുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ചുള്ള വേദാധികാരത്തിലാണ് ഈ വർണ്ണവ്യവസ്ഥയും ഒക്കെ വന്നിരിക്കുന്നത്. കാരണം മനുഷ്യർക്കാണെന്നുണ്ടെങ്കിൽ ഈ പുണ്യപാപങ്ങളുടെ മിശ്രിതം എന്ന് പറയുന്നതാണ് മനുഷ്യരുടെ സ്ഥിതി. അപ്പോൾ അത് നമ്മൾ മറക്കരുത്. കാരണം പകുതി പുണ്യവും പകുതി പാപവുമാണ്. പിന്നെ പാപാധിക്യമാണ് പൊതുവെ ഉള്ളതും. അങ്ങനെ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ശരി, നമ്മൾ സ്വീകരിക്കുന്ന ദ്രവ്യത്തിൻ്റെ സ്വഭാവം പോലെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവവും, അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവവും എല്ലാം പോകുന്നത്. സ്വീകരിക്കുന്ന ദ്രവ്യം അത് തന്നെയാണല്ലോ നമ്മുടെ അന്നം എന്ന് പറയുന്നതുകൊണ്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ സ്വീകരിക്കുന്ന അന്നത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ക്ലിപ്തകാലം കഴിഞ്ഞാൽ ദുഷിക്കുക എന്ന് പറയും. അപ്പോൾ ആ ദുഷിപ്പ്, അപ്പം ക്ലിപ്തകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം ദുർഗന്ധമായിട്ട് മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള പലതും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതിനൊരു അപവാദം എന്ന് പറയുന്നത് ചാണകം മാത്രമാണ്.
ഇപ്പം ചാണകം എന്ന് പറയുന്ന ഒരു ഒരു എന്താ ഒരു ദ്രവ്യം മാത്രം നമുക്ക് നമ്മൾ കത്തിച്ച് ഭസ്മമാക്കി കഴിഞ്ഞാൽ സുഗന്ധം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഇത് മറ്റൊന്നിനും അത് ഒരു ബാധകമാകത്തില്ല. അതുകൊണ്ടാണ് ഈ ചാണകത്തിന് ഇത്ര മഹിമയെക്കുറിച്ച് പറയുന്നത്. ചാണകത്തിന് നമ്മുടെ ഈ ശിവരാത്രിക്കാണല്ലോ ഈ ഭസ്മം ഉണ്ടാക്കുന്നത്. ഭസ്മം ഉണ്ടാക്കുമ്പോൾ ചാണകത്തിൻ്റെ സുഗന്ധം തനിയായിട്ടുള്ള ചാണകത്തിൻ്റെ സുഗന്ധം എന്ന് പറയാൻ പറ്റില്ല. ചാണകത്തിൻ്റെ ദുർഗന്ധമാണ്. പക്ഷേ അത് കത്തിച്ച് ഭസ്മമാക്കി കഴിഞ്ഞാൽ ചാണകത്തിന് ഗന്ധം എന്ന് പറയാം, ദുർഗന്ധം എന്ന് പറയുന്നത്. അപ്പം ചാണകത്തിൻ്റെ ഗന്ധമല്ല ഈ ചാണകത്തിൻ്റെ ഭസ്മത്തിനുണ്ടാകുന്നത്. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നല്ല സുഗന്ധമാണത്. അതാണ് ഒരു നാച്ചുറൽ സുഗന്ധം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണത്തിനനുസരിച്ചിട്ട് ഈ ശരീരത്തിൻ്റെ ശരീരത്തിലും ഗുണങ്ങൾ കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്രകാരമാണോ ഒരു ക്ലിപ്തകാലത്തിന് ശേഷം അന്നം ദുഷിക്കുന്നത്, അപ്രകാരം തന്നെ ശരീരം സ്വീകരിക്കുന്ന ഈ അന്നത്തിന് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ശരീരത്തിനാണെന്നുണ്ടെങ്കിലും ഈ അന്നത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ദുഷിക്കാനുള്ള പ്രവണതയുണ്ട് എന്ന്. ഇതല്ലേ ഇതിൻ്റെ സ്ഥിതി കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നതിന് അതുപോലെ തന്നെയാണ് ഈ മനസ്സിൻ്റെയും കാര്യത്തിൽ. മനസ്സിനും ഇതേമാതിരി തന്നെയാണ്. പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം പോലെ തന്നെയാണ് പഞ്ചഭൂതാത്മകമായിട്ടുള്ളതാണ് മനസ്സും കിടക്കുന്നത്. അതുകൊണ്ട് കഴിക്കുന്ന അന്നത്തിനനുസരിച്ചിട്ടാണ് മനസ്സുണ്ടാകുന്നതും മനസ്സ് വികസിക്കുന്നതും ഒക്കെ. അപ്പം ദൂഷിച്ച അന്നം കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ദൂഷിച്ച മനസ്സും ദൂഷിക്കുമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുന്നത് ഈ മത്സ്യമാംസാദികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഗുണഭേദം മനസ്സിനുണ്ടാകുന്നു. ദുഷ്ടമനസ്സ് കൂടുതൽ ദുരാഗ്രഹങ്ങളുള്ള ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒക്കെ മനസ്സായിട്ട് മാറുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കഴിക്കുന്ന അന്നം ശുദ്ധമായിരിക്കണമെന്ന് പറയുന്നത്. പല വിധത്തിലുള്ള ശുദ്ധികളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ സങ്കല്പശുദ്ധി ഉൾപ്പെടെയുള്ള ശുദ്ധികളൊക്കെ. അതുകൊണ്ടാണ് അന്നം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഈ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ മുഖ്യമാണ്. ഈ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപനയനം വെച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അതായത് വൈദിക കർമാനുസാരണം ശുദ്ധീകരണമാണ് നടക്കുന്നത്. ഉപനയനത്തിലൂടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. വാക് ശുദ്ധി എന്നുള്ളത്, വാക്ക് ശുദ്ധമായിട്ട് ഉച്ചരിക്കാൻ പഠിപ്പിക്കലാണ് ഉപനയനത്തിലൂടെ സാധ്യമാകുന്നത്. അതായത് വാക്ക് ശുദ്ധമായിട്ട് ഉച്ചരിക്കുക എന്ന് പറയുമ്പോൾ വേദം ശുദ്ധമായിട്ട് ഉച്ചരിക്കുന്നു. വേദം ശുദ്ധമായിട്ട്, അതായത് ഇതുണ്ടല്ലോ വർണ്ണസ്വരഹ എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. ശിക്ഷാം വ്യാഖ്യാസ്യാമഹ വർണ്ണസ്വരഹ മാത്രാബലം, അവിടെ തൊട്ട് ഉപദേശം തുടങ്ങുന്നു. അതായത് ഉച്ചരിക്കാൻ പഠിപ്പിക്കുന്നു. അവിടെ തൊട്ടുള്ള ഈ ശുദ്ധീകരണ പ്രക്രിയയാണ്. വാക്ക് ശുദ്ധി എന്ന് പറയുന്നതോടൊപ്പം തന്നെ ശരീരശുദ്ധി, ശുദ്ധിയോടൊപ്പം തന്നെ മനഃശുദ്ധി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശുദ്ധീകരണ പ്രക്രിയ വേണ്ടവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഉപനയനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ നിത്യനൈമിത്യ കർമ്മങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയ ദേവന്മാർക്ക് ആവശ്യമില്ല. ദേവന്മാർ ഈ പുണ്യപാപം മിശ്രിതരായിട്ടുള്ളവരല്ല, പരം പുണ്യാധിക്യം ഉള്ളവരാണ് എന്ന്. അപ്പം പുണ്യവും പാപവും സമമായിട്ടുള്ളത് മനുഷ്യർക്കാണ്. മനുഷ്യരെക്കാളും താഴെ പറഞ്ഞിട്ടുള്ള ജീവികൾക്ക് പാപാധിക്യമാണുള്ളത്, മനുഷ്യർക്ക് ഉപരിയായിട്ടുള്ളവർക്ക് പുണ്യാധിക്യമാണുള്ളത്. ആ പുണ്യം അവർക്ക് സ്ഥായിയായ പുണ്യവുമാണ്. മനുഷ്യരുടെ പുണ്യത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, അത് തുച്ഛമായ പുണ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തിന് സമമായിട്ട് ഇപ്പം ഒരു ഈ വള്ളത്തിൻ്റെ വാക്ക് മുട്ടി നിൽക്കുന്ന വെള്ളം ഈ ഒരു സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞാൽ വള്ളത്തിലേക്ക് വെള്ളം കയറും. ആ തരത്തിൽ പോകുന്ന പോക്കാണ് മനുഷ്യന്.
നമ്മൾ ആരെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും എപ്പോഴും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിച്ച് പോകണമെന്നില്ല. ഒന്നും ചിന്തിച്ച് രണ്ടാമത് ചിന്തിച്ച് സ്വല്പവും കൂടെ ഒന്ന് കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുഷ്ടവിചാരം അവരെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇതാണ് ആ വെള്ളവും വള്ളത്തിൻ്റെ വാക്കും തമ്മിലുള്ളത് പോലെ എന്തെങ്കിലും കടന്നു വരും. ഇതാണ് നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ ആവശ്യകത. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരം അനിയന്ത്രിതമായിട്ട് പാപം ചെയ്യാൻ പോകാതിരിക്കലാണ് സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ സംസ്കരിച്ചെടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഒന്ന് അനിയന്ത്രിതമായിട്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്ത വരാതിരിക്കാൻ നോക്കുക. ചിന്ത വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ നോക്കുക. ഇനി പ്രവർത്തിച്ചു പോയാൽ ഉടനടി പരിഹാരം തേടാൻ പോകാനുള്ളൊരു മനസ്സ്, പരിഹാരം തേടി പോകാനുള്ള ഒരു മനസ്സ്, ചെയ്യാനുള്ള മനസ്സ് എല്ലാം ഉണ്ടായിരിക്കും. തെറ്റ് ചെയ്യത്തില്ല എന്നുള്ളതല്ല, പിന്നെ ഉടൻ തന്നെ അതിന് പ്രായശ്ചിത്തവും കൂടെ ചെയ്യാൻ തക്ക തരത്തിലുള്ള ഇതെല്ലാം ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടുന്നത്. ഇതില്ലാതെ വരുമ്പോഴാണ് ഈ മാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയായിരുന്നു വൈദിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അനുവർത്തിച്ച് പോന്നിരുന്നത്. പക്ഷേ ഇത് ഒന്ന് അസുരന്മാരിത് ചെയ്യാൻ പോകത്തില്ല, രണ്ട് ദേവന്മാർക്ക് ഇത് ചെയ്യേണ്ട കാര്യവുമില്ല. പിന്നെ അസുരന്മാരുടെ കാര്യമല്ല, മൃഗങ്ങളും അത് ചെയ്യത്തില്ല, മൃഗങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ അസുരന്മാർക്ക് ചെയ്യാൻ തോന്നത്തില്ല. അസുരന്മാരോ അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള ആ വിഭാഗം ആൾക്കാർക്ക് ചെയ്യാൻ തോന്നത്തുമില്ല. രാക്ഷസന്മാർ എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം രാവണൻ, സന്ധ്യാവന്ദനം ചെയ്യുന്ന രാവണനാണ് നമുക്ക് രാമായണത്തിനകത്തുള്ളത്. ശിവസ്തുതി ചെയ്യുന്ന സാമഗാനം, സാമവേദം പാരായണം ചെയ്യുന്ന രാവണനാണുള്ളത്. അതുകൊണ്ട് ആര് ഏതെന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാണാസുരൻ ശിവഭക്തനാണ്. ഇങ്ങനെ പല പല അസുരന്മാർ, പല പല ഭക്തന്മാരും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് എഴുതി തള്ളണ്ട. പിന്നീട് ദേവന്മാരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ദേവന്മാർക്ക് സംസ്കാരത്തിൻ്റെ ആവശ്യമില്ല എന്ന്. അപ്പോൾ സംസ്കാരത്തിൻ്റെ ആവശ്യമില്ലാത്തത് കാരണം ഉപനയനത്തിൻ്റെ ആവശ്യമില്ല. സംസ്കാരം വേണ്ടവരാണ് ഉപനയനം നടത്തേണ്ടത്, സംസ്കാരം വേണ്ടാത്തവർ ഉപനയനം നടത്തേണ്ടതില്ല എന്ന കാര്യത്തിൽ നമ്മൾ വ്യക്തമായിട്ടത് മനസ്സിലാക്കി വെച്ചേക്കണം. ഉപനയനം നടത്തി കഴിഞ്ഞാൽ ഇനി ഉപനയനമായി ഇനി എനിക്ക് തോന്നുന്നത് പോലെ പോകാം, അങ്ങനെയല്ല. ഉപനയനം നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ഈ പറഞ്ഞിരിക്കുന്ന പുരസ്ചരണോ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നതൊക്കെ ചെയ്യാനും ബാധ്യസ്ഥരാണ്. പിന്നെ അതിനുശേഷം പിന്നെ തോന്നിയതുപോലെ ഉറങ്ങാനും തോന്നിയതുപോലെ ഉണരാനും ഒന്നും സാധ്യമല്ല. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സമയത്ത് എണീറ്റിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സമയത്ത് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് ഗായത്രി ജപം ഉൾപ്പെടെയുള്ളതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ ഒരു ബാധ്യത ഏറ്റെടുക്കലാണ്. അതിനകത്തൊന്നും വിട്ടുവീഴ്ചയൊന്നുമില്ല. എങ്കിൽ മാത്രമേ ഉപനയനം നടത്തി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണിയെ തൂക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉപനയനം എന്ന് പറയുന്നത്, അതായത് ഊരിക്കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉപനയനം എന്ന് പറയുന്നത് അല്ല നമ്മൾ ഉപനയനം. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ദേവന്മാർക്കില്ല. അതുകൊണ്ട് ദേവന്മാർക്ക് ഈ ഉപനയനത്തിനോടനുബന്ധിച്ചുള്ള ഈ ചരടുണ്ടല്ലോ, പൂണൂല്. അപ്പോൾ ഈ പൂണൂല് അതുകൊണ്ട് ദേവന്മാർക്ക് ആവശ്യമില്ല. ഉപനയനം നടത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് പൂണൂല് ദേവന്മാർക്ക് ഇല്ല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന ദേവന്മാർക്ക് പൂണൂലൊക്കെ ഇട്ടിരിക്കുന്നത് മനുഷ്യർ ഇട്ട് കൊടുത്തതാണ്, അവർക്ക് ഇരുന്നോട്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉപനയനം നടത്താത്തവർക്ക് എവിടെ നിന്നാണ് ഈ പൂണൂല് വരുന്നത്? പിന്നെ ഈ പൂണൂലിനകത്താണെന്നുണ്ടെങ്കിൽ ഈ ഗാർഹസ്ഥ്യത്തോട് കൂടിയിട്ടാണ് 6 നൂല് വരുന്നത്, അല്ലെങ്കിൽ 3 നൂലാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ക്രമത്തിനനുസരിച്ച് പോകുന്നതാണ്. അപ്പോൾ ഈ ദേവന്മാർക്ക് അതുകൊണ്ട് 6 നൂല് ഇരുന്നോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ മനുഷ്യർ കൊടുത്തിരിക്കുന്ന ഒരു സൗജന്യം എന്ന് മാത്രം കരുതിയാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർക്ക് പൂണൂലിൻ്റെ ആവശ്യം പൂണൂലില്ല, ഉപനയനം നടത്തിയിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് പൂണൂല് കിട്ടുന്നത്? പിന്നെ അപ്പോൾ അങ്ങനെ ഇരിക്കെ അതുകൊണ്ട് വേദാധികാരത്തിന് വേണ്ടുന്നതായിട്ടുള്ള ഉപനയനവുമില്ല. ഉപനയനമില്ലാതിരിക്കെ എങ്ങനെയാണ് തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് എന്ന പ്രയോഗം നടത്താൻ? പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന മുണ്ടകോപനിഷത്തിലെ ബ്രാഹ്മണ നിർവേദമായാത്. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗത്തിൽ ഒന്നും ഇവിടെ ദേവന്മാർക്ക് പറയുക സാധ്യമല്ല. അപ്പം മനുഷ്യർക്കാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ബ്രാഹ്മണ്യം വേണം എന്നുള്ളതും
ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരത്തെ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ബ്രാഹ്മണ ജാതിയല്ല കേട്ടോ. അത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞില്ലേ, ഈ ആണിയെ തൂക്കുന്ന ബ്രാഹ്മണനല്ല ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്കരിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. സംസ്കരിക്കപ്പെട്ടവൻ, വേദാധ്യയനാത് സംസ്കരിക്കപ്പെട്ടു, അതായത് ശരീരവും ശാരീരവും സംസ്കരിക്കപ്പെട്ടവൻ എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും സംസ്കരിക്കപ്പെടണം. അപ്പോൾ ഇങ്ങനെ സംസ്കരിക്കപ്പെട്ടവനാണ് വിദ്വാൻ എന്ന് പറയുന്നത്. ആ വിദ്വാൻ വിവേകിയും ആയിട്ടുള്ള വിദ്വാന് വിരക്തനും കൂടെ ആയാൽ, ഇപ്പോൾ വിദ്വാനാണ്, വിവേകിയാണ്, വിരക്തനാണ്, ഇത്രയും എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് വിവേകത്താലുള്ള വിരക്തിയാണ്. വിദ്വാനാകയാൽ വിവേകിയാണ്, വിവേകിയാകിയാൽ വിരക്തനാണ്. പിന്നെ ഈ വിരക്തനാകുന്നതിനകത്ത് ഒരു മോക്ഷേച്ഛയുണ്ട്. ഈ മോക്ഷേച്ഛയുള്ളതിനാൽ ജിജ്ഞാസുവാണ്. ഇപ്പോൾ ഇത്രയെല്ലാം കൂടെ ഒത്തു വരണം. ഇങ്ങനെ എല്ലാം കൂടെ ഒത്തു വന്നു കഴിയുമ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒത്തു വന്നിട്ടുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. ദേവന്മാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ദ്രന് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ തതുപര്യപി ബാദരായണ സംഭവാത്, അങ്ങനെ സംഭവാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ഇന്ദ്രന് ബ്രഹ്മോപദേശത്തിന് ആവശ്യപ്പെടുന്നത് നാം കാണുകയുണ്ടായി. അങ്ങനെ ആവശ്യപ്പെടാനുള്ള ഒരു മനസ്സുണ്ട് ഉള്ളതിനാൽ, അതാണ് ഈ സംഭവാത് എന്ന് പറയുന്നത്. അങ്ങനെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ ഉള്ളതിനാൽ അതാണ് സംഭവാത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയിട്ട് ഇന്ദ്രൻ പോയി ബ്രഹ്മജ്ഞാനം ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? വിവേകമുള്ളതിനാൽ. അപ്പം വിവേകമുണ്ടാവാനുള്ള ഒരു സാധ്യത ദേവന്മാർക്കുണ്ടോ? ദേവന്മാർക്ക് തീർച്ചയായിട്ടും വിവേകമുള്ളവർ തന്നെയാണ്. അല്ലാതെ ഭോക്താക്കളാണ്, കേവല സുഖഭോക്താക്കളായിട്ട് മാത്രമല്ല ദേവന്മാരുള്ളത്. കാരണം ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബുദ്ധിയില്ലാത്ത ദേവന്മാരല്ലല്ലോ, വിവേകശാലികളായിട്ടുള്ള ദേവന്മാർ തന്നെയാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ ഭരണാധികാരികളാണ്. അതായത് ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നവർ, പരമേശ്വരൻ്റെ ഇന്ദ്രിയങ്ങളുടെ സ്ഥാനത്ത് വർത്തിക്കുന്നവരൊക്കെ ആയിട്ടുള്ളവരാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരോ ദേവതകളും സ്വപ്രവൃത്തിയിൽ വ്യാപൃതരാണ്. സ്വപ്രവൃത്തിയിൽ വ്യാപൃതരാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രവൃത്തിയിലേക്ക് വേണ്ടുന്ന ജ്ഞാനം വേണം, പിന്നെ അതിനനുസരിച്ച് ശക്തി വേണം, പിന്നെ അവരെ ഇത് ഇങ്ങനെ നടത്തുവാൻ വേണ്ടുന്നത് അവർ ആ കർമ്മത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള വ്യതിചലനവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അധർമ്മം വന്ന് ചെയ്യാതിരിക്കാൻ അവർക്ക് ധർമ്മബോധം ഉണ്ടായിരിക്കണം. അപ്പം ഈ ധർമ്മബോധം ഉള്ളതുകൊണ്ടാണ് അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിലൊരു ച്യുതി സംഭവിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ അവർ തയ്യാറാകുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് യമദേവൻ്റെ അടുത്ത് കാണാം, തിസ്രോ രാത്രി യഥവാസി ഗ്രഹേമേ അനശ്നൻ എന്ന് പറഞ്ഞുകൊണ്ട് നചികേതസിനോട് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഗൃഹത്തിൽ 3 ദിവസം ഭക്ഷണം കഴിക്കാതെ അങ്ങ് വസിച്ചതിനാൽ അങ്ങ് ഈ 3 വരങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചാലും എന്ന് പറയുന്ന തരത്തിലുള്ളൊരു പ്രയോഗം നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു വരം കൊടുക്കുന്ന തരത്തിൽ യമധർമ്മരാജാവിനെ ഉപദേശിച്ച് വിടുന്ന മന്ത്രിമാരെ നമുക്ക് കാണാം അവിടെ തന്നെ. അതായത് മന്ത്രിമാർ പറയുകയാണ്, ഈ അഗ്നി അതാ അങ്ങയുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, ആ പ്രവേശിച്ചിരിക്കുന്ന അഗ്നിയെ അങ്ങ് ജലം കൊടുത്ത് ശമിപ്പിച്ചാലും ഇല്ലെങ്കിൽ ആശാ പ്രതീക്ഷയെ സംഗതം സൂനൃതാം ച എന്ന് പറഞ്ഞിട്ടുള്ള ആശയും പ്രതീക്ഷയും സത്സംഗം കൊണ്ട് കിട്ടുന്ന ഫലങ്ങളും ഇങ്ങനെ വേണ്ട സകല കാര്യങ്ങളും ഈ നമസ്കരിക്കപ്പെടാൻ യോഗ്യനായിട്ടുള്ള അതിഥി യസ്യ അശ്നൻ ഗ്രഹേ വസതി, യാതൊരുവൻ്റെ ഭവനത്തിലാണോ ഭക്ഷണം കഴിക്കാതെ
ഇരിക്കുന്നത് ആ വ്യക്തിയുടെ സകല ഐശ്വര്യങ്ങൾ നശിച്ചു പോകുമെന്ന് ഉപദേശിക്കുന്ന മന്ത്രിമാരെയും ഭാര്യമാരെയും അവിടെ കാണാം. അതനുസരിച്ച് പ്രവർത്തിക്കുന്ന യമനെയും കാണാം. എന്ന് പറഞ്ഞാൽ ധർമ്മബോധം അവിടെ പ്രകടമാക്കുന്നു. പരിഹാരം ചെയ്യാൻ, എന്താണല്ലോ നമ്മൾ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്, പരിഹാരം ചെയ്യാൻ തയ്യാറാവുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആരാവും? മനുഷ്യനല്ല, ദേവനാണ്. അപ്പം ദേവന് ധർമ്മബോധത്തോടു കൂടി ധർമ്മബോധമുള്ള ദേവനാണ്, ധർമാനുസരണം പ്രവർത്തിക്കുന്ന ദേവനാണ്. പിന്നീട് ധർമ്മത്തിന് എന്തെങ്കിലും ഒരു പെശക് പറ്റാം എന്നുള്ളതും നമ്മൾ കാണുകയുണ്ടായി. അവിടെ തന്നെ കാണാം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നു, അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നു എന്നുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെയും ഉടൻ തന്നെ പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള പ്രവൃത്തികളോ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ഇതെല്ലാം വന്നു ചേരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനത്തെ ഒരു മനസ്സുള്ളപ്പോൾ അത് വിവേകമുള്ള ഒരു മനസ്സാണ്. ആ വിവേകമുള്ള മനസ്സിൽ കേവല ഭോഗേച്ഛ എന്ന് മാത്രമല്ല, പിന്നീട് വേറൊന്നുകൂടെ ഉണ്ട്. ഭീഷാസ്മാത് വാതഃ പവതേ. ഭീഷാസ്മാത് എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഭയന്നിട്ടാണ്. അസ്മാത് ഭീഷാത് വാതഃ പവതേ മൃത്യുർധാവതി പഞ്ചമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവനെ ഭയന്നിട്ട് ഇവരെല്ലാവരും സ്വപ്രവർത്തികളിൽ വ്യാപൃതരായിരിക്കുന്നു. അതായത് ബ്രഹ്മത്തിനെ, പരമാത്മാവിനെ ഭയന്നിട്ട് ദേവാദികൾ സ്വപ്രവർത്തികൾ വ്യാപൃതരായിരിക്കുന്നു എന്നുള്ള ആ പ്രയോഗത്തിൽ തന്നെ അവിടെ കാണാം പരമേശ്വര ഭയത്തോടു കൂടിയിട്ടും ഉള്ളവരാണ്. അതായത് പരമേശ്വരൻ തങ്ങൾക്കുപരിയായിട്ട് പരമേശ്വരനുണ്ട് എന്നുള്ള അവബോധം അവർക്കുണ്ട്. ഈശ്വരനെ അവർ ഭയക്കുന്നു, ധർമ്മത്തിനെ അവർ ഗ്രഹിച്ചിരിക്കുന്നു, ധർമ്മത്തിനനുസരിച്ചായിട്ട് അവർ പ്രവർത്തിക്കുന്നു. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ശിക്ഷ ഏറ്റുവാങ്ങാനോ പ്രായശ്ചിത്തം ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെയുണ്ട്. ഉപനയനമില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് വിവേകമില്ല, അവർക്ക് ജ്ഞാനത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ടതില്ല എന്ന് നമുക്ക് ഇതിനകത്തൂടെ ഈ സൂത്രത്തിനോട്ടിലൂടെ നമുക്ക് കാണാം. തതുപര്യപി ബാദരായണ സംഭവാത് എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ദേവന്മാരെ ഇപ്പോൾ ആരായിട്ട് കാണണം? ദേവന്മാരെ നമുക്ക് മനുഷ്യന് ഉപരിയായിട്ടുള്ള മറ്റ് ചില ജീവന്മാർ എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ എന്ന്. അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യന് എങ്ങനെയാണ് മനുഷ്യത്വം ലഭിച്ചത്? കർമ്മഫല ആണ് മനുഷ്യനെ മനുഷ്യനാക്കി, ഒരു ജീവനെ മനുഷ്യനാക്കി മാറ്റിയത് ആ ജീവൻ അനുഭവിക്കേണ്ടുന്ന കർമ്മഫലങ്ങളാണ്. അപ്പം കർമ്മഫലത്താൽ മനുഷ്യത്വം കിട്ടി. കർമ്മഫലം തന്നെയാണ് ഈ മൃഗജന്മം, അസുരജന്മം, അതേമാതിരി സസ്യജന്മം, ഇനി അണു സമാനമായിട്ടുള്ള ജീവികളുണ്ടെങ്കിൽ ആ ജന്മങ്ങൾ, ഇനി എല്ലാ ജന്മങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കർമ്മഫല ഭോക്താക്കൾ എന്നുള്ള രീതിയിലാണ് ദേവജന്മവും ലഭിച്ചത്. അപ്പം കർമ്മഫല ഭോക്താക്കളാണെങ്കിൽ ആ കർമ്മഫലം എന്ന് പറഞ്ഞാൽ പുണ്യാധിക്യമാണ്. ആ പുണ്യാധിക്യത്തിലാണ് ഇവർക്ക് ഈ സ്ഥാനപ്രാപ്തികളെല്ലാം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ വിരോധ കർമ്മണി ഇതി ചേത് അനേക പ്രതിപത്തേർ ദർശനാത് എന്ന്. അപ്പോൾ ഇവർക്ക് നമ്മൾ കണ്ട രണ്ട് ദോഷങ്ങളുണ്ടല്ലോ. ആ ദോഷത്തിലൊരു, അതായത് ദേവന്മാർക്ക് ഒന്ന് കർമാധികാരമില്ല എന്ന് കണ്ടു, രണ്ട് ദേവന്മാർക്ക് വേദപഠനവും വേണ്ട എന്ന് കണ്ടു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഈ വേദപഠനത്തിൻ്റെ, അതായത് ഉപനയനം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് വേദപഠനത്തിന് പോവുക? അപ്പോൾ വേദം പഠിക്കാതെ പോയിട്ട് അവർക്ക് ബ്രഹ്മോപദേശം കിട്ടും. കാരണം നമ്മളിപ്പം പഠിച്ചിരിക്കുന്നത് പറഞ്ഞാൽ വേദത്തിലൂടെ, ഉപനിഷത്തിൽ കൂടെ തന്നെയാണല്ലോ ബ്രഹ്മോപദേശം കിട്ടേണ്ടത്. കാരണം അവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പ്രമാണം ഉപനിഷത്താണ്, ശ്രുതിപ്രമാണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വേദാധികാരമില്ലാതിരിക്കെ അവർക്ക് എങ്ങനെ ശ്രുതിബോധം ഉണ്ടാകാൻ പോകുന്നത്? ഇത് പ്രശ്നമായി കഴിഞ്ഞല്ലോ എന്ന്. പിന്നെ വേറൊന്നുകൂടെ നമ്മൾ ഈ തരത്തിൽ മനസ്സിലാക്കണം. അതായത് ബ്രഹ്മദേവൻ്റെ വായിൽ നിന്ന് എന്ത് വന്നു കഴിഞ്ഞാലും അത് ശ്രുതി തന്നെയാണ്. അതുകൊണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി അല്ലാതെ മറ്റൊന്നും വരത്തില്ല എന്നും കൂടെ നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അല്ലാതെ നമുക്കിത് ലൗകിക വ്യവഹാരമാണ്, പിന്നെ വൈദിക വിജ്ഞാനമാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ട് ഈ ബ്രഹ്മദേവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പം നമുക്ക് ആദ്യത്തേത് കാണാം, കർമ്മത്തിനെ കുറിച്ച്. അപ്പം ദേവന്മാരുടെ കർമാധികാരം എന്ന് പറയുന്നത് ഇല്ല എന്ന് നമ്മൾ കണ്ടല്ലോ. അതിനുള്ള സൂത്രമാണ് 27-ാമത്തേത്. വിരോധ കർമ്മണീതി ചേത് അനേക പ്രതിപത്തേർ ദർശനാത്. എന്താ
കർമ്മണി വിരോധ, അതാണ് വിരോധ കർമ്മണി. കർമ്മണി വിരോധ ഇത് ചേത്, കർമ്മത്തിൽ വിരോധം എന്ന് പറയുന്നുവെങ്കിലോ ആർക്ക്? ദേവന്മാർക്ക്. കർമ്മത്തിൽ വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉപനയനാദികളില്ല, രണ്ട് മുമ്പ് പറഞ്ഞ അതുകൊണ്ട് തന്നെ ഉപനയനം കഴിഞ്ഞിട്ടില്ല, പിന്നെ എവിടെ നിന്നാണ് കർമാധികാരം കിട്ടുന്നത്? അപ്പം ദേവന്മാർക്ക് കർമാധികാരമില്ല എന്നതാണ്. അപ്പം എത്രയായല്ലോ. അപ്പം കർമ്മണി ഇതി ചേത് അനേക പ്രതിപത്തേർ ദർശനാത്. പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനേക പ്രതിപത്തി ദർശിക്കുന്നതിനാലെന്ന്. അപ്പം അനേക പ്രതിപത്തി ദർശനാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്തിൽ അനേകം ശരീരം സ്വീകരിച്ചിട്ടതായിട്ട് ശ്രുതി സ്മൃതികളിൽ കാണുന്നുണ്ട് ദേവന്മാർ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം കർമാധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം അതിനുള്ള മറുപടി എന്താണ്? അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവനൊരു കർമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ അവിടെ ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള അവർ സ്വപ്രവർത്തികളിൽ വ്യാപൃതരാണ്. സ്വപ്രവർത്തികളിൽ വ്യാപൃതരായിട്ടുള്ളവർക്ക് രാവിലെ എഴുന്നേറ്റിട്ട് എന്താണ് മറ്റേ അഗ്നിഹോത്രം ചെയ്യാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതല്ല. അവർ എവിടെയാണോ നിൽക്കുന്നത് അതാണ് അവരുടെ സ്വപ്രവൃത്തി. ആ പ്രവൃത്തിയിലാണ് ഭീഷാസ്മാത് വാതഫ് പവതേ. വാതഫ് പവതേ എന്നുള്ള പ്രവൃത്തിയിൽ അവർ വ്യാപൃതരാണ്. അത്രയും മതി എന്നുള്ളതാണ് അതിൻ്റെ ന്യായം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കർമ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ദൃഷ്ടിയിലുള്ള വൈദിക കർമ്മത്തിനെയാണ് ഇവിടെ കർമ്മണി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വിരോധ എന്ന്. അങ്ങനെയുള്ള ഈ വൈദിക കർമ്മത്തിൽ വിരോധമുണ്ട് എന്നാണെങ്കിൽ അനേക പ്രതിപത്തി ദർശനാത്ത്. അവിടെ ഇപ്പം അനേക പ്രതിപത്തി ദർശനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവത ഒന്ന് കർമ്മം ചെയ്യണമെങ്കിൽ ശരീരം വേണമല്ലോ. ഒന്ന് ഈ മനുഷ്യ ശരീരം പോലെ ഒരു സ്ഥൂല ശരീരം ദേവന്മാർക്കില്ല എന്ന്. പക്ഷെ അതുകൊണ്ട് ദേവന്മാർക്ക് ശരീരം ഇല്ല എന്നല്ല പറയുന്നത്. ദേവന്മാർക്ക് സ്ഥൂല ശരീരമില്ല, സൂക്ഷ്മ ശരീരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷ്മ ശരീരാഭിമാനികളാണ് ദേവന്മാർ എന്ന്. സൂക്ഷ്മ ശരീരാഭിമാനികൾ എന്ന് പറഞ്ഞാൽ ജീവന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ശരീരം വേണം. അത്രയേ ഉള്ളൂ സംഭവം. ജീവത്വം വെടിഞ്ഞിട്ടുള്ളവരല്ല ദേവന്മാർ. അപ്പം അതുകൊണ്ട് ദേവന്മാർക്ക് മനുഷ്യരാവാം, മനുഷ്യന് ദേവനാവാം, ദേവന്മാർക്ക് മനുഷ്യരാവാം. ഇനിയിപ്പം ദേവനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ അവസാനം പിന്നെ താഴോട്ടൊരു പോക്കില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ബ്രഹ്മലോകം വരെ പോകാം. ആ ബ്രഹ്മഭുവനാലോകാൻ പുനരാവർത്തിന അർജുന എന്ന്. പുനരാവർത്തിനോ അർജുന, പുനരാവർത്തിന അർജുന. അപ്പോൾ ഇതിങ്ങനെ പോവുകയും താഴേക്കും വരാമെന്നത് ഇങ്ങനെ ജ്ഞാനപ്പാനയിലും അതേമാതിരിയുള്ള പ്രയോഗങ്ങളുണ്ട്. മറ്റെങ്ങാനും ഇരുന്നുണ്ടെന്നത് പോലെ എന്നുള്ള രീതി. അവ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മനുഷ്യൻ്റെ മാതിരി ഇരുന്നുകൊണ്ടുള്ള കർമ്മമില്ല, പകരം അവർ പുണ്യത്താൽ ആണ്. പിന്നെ ഇവരുടെ അനേക ശരീര പ്രതിപത്തി എന്ന് പറയുമ്പോഴാണ് സ്ഥൂല ശരീരമില്ല, പക്ഷേ സൂക്ഷ്മ ശരീരം എന്ന്. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ശരിക്കും എത്ര ശരീരമാണുള്ളത്? അതായത് ഇപ്പം പറയുമ്പോൾ ഇന്ദ്രൻ, നമ്മളിപ്പോൾ ഇന്ദ്രായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനായിക്കൊണ്ട് ഞാൻ ഈ ആഹുതികൾ അർപ്പിക്കുന്നു. ഇതാണല്ലോ ഇന്ദ്രായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് അർപ്പിക്കുന്നു. അപ്പം ഈ ഇന്ദ്രായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുവനായിട്ട് ആഹുതികൾ അർപ്പിക്കുന്നു കാശിയാം നഗരത്തിൽ. അപ്പം കാശി നഗരത്തിലിരുന്നു കൊണ്ട് ഒരാളവിടെ നടത്തുന്നു, ഉജ്ജയിനിലിരുന്നു കൊണ്ട് വേറൊരാൾ നടത്തുന്നു, മുംബൈയിലിരുന്നു കൊണ്ട് വേറൊരാൾ നടത്തുന്നു, പൂനെയിലിരുന്നു കൊണ്ട് വേറൊരാൾ നടത്തുന്നു, സേലത്തിരുന്നു കൊണ്ട് വേറൊരാൾ നടത്തുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും ശ്രീലങ്കയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ നടത്തുന്നു. ഇങ്ങനെ എവിടുന്നെങ്കിലും ഇരുന്നു കൊണ്ട് ആരെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഒരേ സമയമാണ്. ഈ പല ക്ലോക്കുകളിൽ പല സമയം കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ യാഹുതികളെല്ലാം ഒരേ സമയം അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആയിട്ട് നമ്മൾ വിചാരിക്കുക. ഇന്ദ്രന് ഏകശരീരവർത്തി വാ അനേക ശരീരവർത്തി വാ എന്നുള്ള ഒരു ശരീരവർത്തിയായിട്ടാണോ അനേക ശരീരവർത്തിയായിട്ടാണോ ഇപ്പം ദേവേന്ദ്രൻ ഇരിക്കുക? അങ്ങനെയാണെങ്കിൽ ഇന്ദ്രായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂനെയിലുള്ള ആൾ കൊടുത്തിരിക്കുന്നതാണോ? എവിടെയുള്ള ആൾ കൊടുത്തു കഴിഞ്ഞാലാണ് ഹബിസാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുക? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ്
അനേക പ്രതിപത്തേർ ദർശനാത് എന്ന് പറയും. അനേക പ്രതിപത്തേർ ദർശനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഉദാഹരണത്തിലേക്ക് എടുക്കുക. ആ ഉദാഹരണത്തിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രാഹ്മണന് ഈ എന്താണ് പാദ നമസ്കാരം 10 സ്ഥലത്തേക്ക് ബ്രാഹ്മണന് പാദ നമസ്കാരം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് ഈ എന്താണ് ബ്രാഹ്മണന് കാല് കഴുകി ചൂണ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം ബ്രാഹ്മണന് കാല് കഴുകി ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളിവിടെ തെറ്റിദ്ധരിക്കരുത്. വലിയൊരു തെറ്റിദ്ധാരണയാണ്. ബ്രാഹ്മണരുടെ കാല് അബ്രാഹ്മണർ കഴുകിച്ചിട്ട് എന്നിട്ട് അത് അബ്രാഹ്മണരെ കൊണ്ട് കഴിയിച്ചിട്ട് അവരെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിതെന്ന്. അങ്ങനെയല്ല, ബ്രാഹ്മണരുടെ പാദങ്ങൾ കഴുകുവാൻ യോഗ്യരായിട്ടുള്ള ബ്രാഹ്മണർ മാത്രമാണ്. അബ്രാഹ്മണരെ കൊണ്ട് ബ്രാഹ്മണ പാദങ്ങൾ കഴിയിക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായമില്ല. ഇപ്പം കാല് കഴുകിച്ചൂട്ട് അത് ബ്രാഹ്മണർ തന്നെയാണ്. ഈ ഇരിക്കുന്ന ബ്രാഹ്മണന് മറ്റുള്ള ബ്രാഹ്മണരാണ് ഈ കാല് കഴുകിച്ചുട്ടുള്ളത്. അതൊരു ഒരു വഴിപാട് പോലെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇരിക്കുന്നത് ബ്രാഹ്മണനല്ല, പകരം വാസുദേവന് തന്നെയാണ്, നാരായണനാണ് ഈ പാല് കഴുകിച്ചൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പോക്ക്. അപ്പം ബ്രാഹ്മണൻ്റെ കാല് കഴുകിച്ചൂട്ട് നടത്താൻ ബ്രാഹ്മണർക്ക് സാധ്യമാകത്തുള്ളൂ. അല്ലാതെ ശൂദ്രർക്ക് ബ്രാഹ്മണനെ കാല് കഴിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ശൂദ്രർക്ക് ബ്രാഹ്മണൻ്റെ കാല് കഴിപ്പിക്കാനുള്ള അധികാരമില്ല. ശൂദ്രർക്ക് വേണമെങ്കിൽ ശൂദ്രൻ്റെ കാല് കഴിയുക, ക്ഷത്രിയർക്ക് വേണമെങ്കിൽ ക്ഷത്രിയൻ്റെ കാല് കഴുകുക, പിന്നെ വൈശ്യർക്ക് വേണമെങ്കിൽ വൈശ്യൻ്റെ കാല് കഴുകുക. അവനവൻ്റെ കാല് അവനവൻ കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ പോട്ടെ, അതേതായാലും പോട്ടെ. അപ്പം പിന്നെ ഇങ്ങനെ അപ്പം ഇവിടെ ഒരു ബ്രാഹ്മണന് ഒരു സമയത്ത് പത്രത്തേക്ക് പത്രത്തു നിന്ന് ക്ഷണിച്ചു കഴിഞ്ഞാൽ, പത്രത്ത് ക്ഷണം വന്നു കഴിഞ്ഞാൽ പത്രത്ത് പോകാൻ പറ്റത്തില്ല, ഒരിടത്തല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആണോ ഇത്? വേറൊരു രീതിയിലെടുത്ത് നോക്കിക്കേ. അതായത് ഒരു ഗുരു ഇരുന്ന് ഉപദേശിക്കുന്നു. അപ്പോൾ ഗുരു ഇരുന്ന് ഉപദേശിക്കുന്ന ആ ഗുരുവിൻ്റെ അടുത്ത് 10 ശിഷ്യന്മാരുണ്ട്. അപ്പോൾ 10 ശിഷ്യന്മാർ ഗുരുവിനെ നമസ്കരിക്കുന്നു. 10 ശിഷ്യന്മാർ ഗുരുവിനെ നമസ്കരിക്കുമ്പോൾ ഈ 10 ദിശയിലിരുന്നു കൊണ്ട് ഒരു ഗുരുവിനെ നമസ്കരിക്കുന്നു. ഇതിനൊക്കെ സംഭവിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഗുരുവിന് ഈ നമസ്കാര സ്വീകരണ യോഗ്യത അത് ഈ ഒരു വ്യക്തിയിൽ നിന്നാണോ അനേക വ്യക്തികളിലാണ് നിന്ന് സ്വീകരിക്കാൻ സാധ്യമാണോ? അപ്പോൾ ഇവിടെയാണ് നമുക്ക് കാണാം, എത്ര പേരുണ്ട്, 1000 ഉണ്ടെങ്കിലും 10,000. അതുകൊണ്ട് ചില ഗുരുക്കന്മാർ നമുക്ക് കാണാം, അവർക്ക് കോടികളാണ് ശിഷ്യന്മാരുള്ളത്, ചില്ലറയൊന്നുമല്ല. ഇപ്പം ഭാഗ്യേശ്വർ ധാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഒരു മഹാത്മാവുണ്ട്. ഇനി അതെല്ലാം വൃന്ദാവനത്തിലാണെന്നുണ്ടെങ്കിൽ പ്രേമാനന്ദ മഹാരാജ്, ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരുമുണ്ട്. ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നിത്യേന അവരെ കാണാൻ വേണ്ടിയിട്ട് എത്തുന്ന ആൾക്കാർ, അവരെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരുടെയൊക്കെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ്. പക്ഷേ ഇവരുടെ എല്ലാം നമസ്കാരം ഒരു വ്യക്തിയിലേക്ക് സുഖമായിട്ട് പോകുന്നു, അതിന് യാതൊരു തടസ്സവുമില്ലല്ലോ. അതേപോലെയാണ് ഇവിടെ ദേവന്മാർക്ക് ഈ ഹാവിസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും വീട്ടിൽ വന്നിരിക്കേണ്ട കാര്യമില്ല. അതിനാണ് അഗ്നിദേവനുള്ളത്. അഗ്നിദേവനിലേക്ക് സമർപ്പിക്കപ്പെട്ട ഹവിസ് അത് അഗ്നിദേവൻ ഇന്ദ്രനെ വിളിച്ചിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ദ്രന് കൊണ്ട് കൊടുത്തോളും. ആർക്കാണോ കൊണ്ട് കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്തോളും. അല്ലാതെ ഇവിടെ നമുക്ക് ഈ വൈദികർമ്മത്തിൽ നമുക്ക് ഈ അഗ്നിയാണ് കൊടുക്കുന്ന ആൾ, അല്ലാതെ ദേവന്മാർക്ക് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് അത് നമ്മൾ വേറെ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റേ നമ്മൾ ഈ പുരാണങ്ങളിലേക്ക് വന്നതിന് ശേഷം ആ പുരാണങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പുരാണ കഥകളിലൂടെ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവതാസ്വരൂപങ്ങൾക്ക് വിഗ്രഹ രൂപത്തിലാക്കപ്പെട്ട ദേവതാസ്വരൂപങ്ങളിലേക്കാണ് പിന്നീട് ഈ പൂജാകർമ്മങ്ങളിലൂടെ നമ്മൾ നേരിട്ട് ഭക്ഷണം കൊടുക്കുന്ന രീതികളിലേക്കൊക്കെ മാറിയത്. അത് എക്കാലത്താണ് മാറിയതെന്നറിയത്തില്ല. പക്ഷേ വൈദികർമ്മത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൊടുക്കുന്നത് അഗ്നിയിലേക്കാണ്, എത്തിക്കുന്നത് അഗ്നിയാണ്. ഒരു ദേവനിലെയും എൻ്റെ അറിവിലാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു ദേവനും ഡയറക്റ്റായിട്ട് അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നത്.
അങ്ങനെയാണെന്ന് അഗ്നിദേവൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാലോ, അഗ്നിദേവനിൽ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പം ബാക്കിയുള്ള എല്ലാ ദേവന്മാരെയും വിടുക. അഗ്നിദേവൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അഗ്നി ഏകോ വാ ബഹുധാവാ എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ടല്ലോ. അവിടെ ഇപ്പം അഗ്നിദേവൻ ഒന്നോ അനേകമോ. അതുപോലെ തന്നെ അപ്പം എടുക്കാം വായുദേവൻ ഒന്നോ അനേകമോ. ഇപ്പം പ്രശ്നമായല്ലോ. അപ്പോൾ അവിടെ നമുക്കൊരു ഒരു ഇതുണ്ടല്ലോ, അഗ്നിർയഥൈകോ ഭുവനം പ്രവിഷ്ട രൂപം രൂപം പ്രതിരൂപോ യഥാവാ എന്ന്. വായുർയഥൈകോ ഭുവനം പ്രവിഷ്ട രൂപം രൂപം പ്രതിരൂപോ യഥാവാ എന്ന്. അത് കഠോപനിഷത്തിലാണ്. അഗ്നി ഒന്നേ ഉള്ളെങ്കിലും അനേക രൂപങ്ങളിൽ സർവയിടത്തും പ്രകാശിക്കുന്നു. വായു ഒന്നേ ഉള്ളെങ്കിലും അനേകം രൂപങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ പ്രകടമാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുംഭേ സ്ഥിത വായു എന്ന്, ഗൃഹേ സ്ഥിത എന്ന്, ഇങ്ങനെ ഓരോരുത്തർക്കും, അതായത് ഈ വീട്ടിൽ നിൽക്കുന്ന വായു, ആ കടത്തിലിരിക്കുന്ന വായു, ഇങ്ങനെ പറഞ്ഞ് വേർതിരിക്കുക. അതേമാതിരിയാണെങ്കിൽ ഈ വിറകിലുള്ള വായു, ആ സ്റ്റൗവിലുള്ള അഗ്നി, ഈ വിളക്കിലുള്ള അഗ്നി എന്ന് പറഞ്ഞാൽ വേർതിരിവുണ്ട്. അപ്പോൾ ഇതാണ് അനേക രൂപ പ്രതിപത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദേവശരീരത്തിന് അനേക ശരീര സ്വീകരണം എന്ന് പറയുന്നത് ദേവന് അസാധ്യമായിട്ടുള്ള ഒന്നായിട്ട് എടുക്കേണ്ടതില്ല എന്ന്. ഇതാണ് അനേക ദർശനാത്ത് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്തിൽ അനേകം ശരീരം അവർ സ്വീകരിച്ചതായിട്ട് ശ്രുതി സ്മൃതികളിൽ കാണുന്നുണ്ട് എന്ന്. അതുകൊണ്ട് സ്വീകരിക്കൽ എന്ന് പറയുന്നത് അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ കർമാധികാരം എന്നുള്ളത് കണ്ടല്ലോ. കർമാധികാരം എന്ന് പറഞ്ഞാൽ വൈദിക കർമ്മത്തിൻ്റെ അവർക്ക് അധികാരത്തിന് പ്രസക്തിയില്ല. ഉപനയനം തന്നെയില്ല, കർമ്മണി അധികാരം ന എന്നുള്ളത്. പിന്നെ അതുകൊണ്ട് അവർ സ്വധർമ്മത്തിൽ വ്യാപൃതരല്ല എന്ന് പറയാൻ സാധ്യമല്ല. കേവല ഭോക്താക്കൾ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിലും കേവല ഭോക്തൃത്വം എന്ന് പറയുന്നത് അല്ല. അവർ ധർമാനുസൃതം പ്രവർത്തിക്കുന്നവരാണ് എന്നതും കൂടെ ഉണ്ട് എന്ന്. അതായത് ഓരോ പ്രാവശ്യം ധർമാനുസരണം പ്രവർത്തിക്കുന്നവരെ അഗ്നിയിലോട്ട് സമർപ്പിച്ച് അഗ്നിയിലേക്ക് സമർപ്പിച്ചിട്ട് ഇന്ദ്രായ സ്വാഹ എന്നും വരുണായ സ്വാഹ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടാണല്ലോ പരമാത്മനെ സ്വാഹ, ദീപാത്മനെ സ്വാഹ ഏതായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിത് അഗ്നിയെ സ്വാഹ എന്ന് പറഞ്ഞിട്ട് അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി സ്വീകരിക്കുന്നു. പക്ഷേ ഇന്ദ്രായ സ്വാഹ എന്നോ വരുണായ സ്വാഹ, സോമായ സ്വാഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തി ഇവിടെ അഗ്നിദേവൻ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് പ്രവൃത്തി അല്ലാതാവത്തില്ലല്ലോ. ആ പ്രവൃത്തിയുടെ പേരിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നും ചെയ്യുന്നുമില്ലല്ലോ അഗ്നിദേവന്. എന്താ നമ്മൾ ചെയ്യുന്നത്? എന്നാൽ ഇത് അഗ്നിദേവനെ കൊണ്ടാണ് ഇത് അവിടെ എത്തിക്കുന്നത്. അതുകൊണ്ട് അഗ്നിദേവനൊരു കമ്മീഷൻ കിട്ടിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. വെറുതെ ഈ അഗ്നിദേവനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുകയാണ്. ഒരു വശത്ത് അവിടെ കിടക്കുകയാണ്. അങ്ങനത്തെ ഒരു ചിന്ത പോലും ആർക്കും പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചിന്ത പോലും പോയിട്ടുണ്ടോ? അഗ്നിദേവനെ കൊണ്ട് പറയുകയാണ്, ഇതേ കൊണ്ട് കൊടുക്കുക, ഇന്ദ്രന് കൊടുക്കുക, ഇതേ കൊണ്ട് കൊടുക്കുക, സോമന് കൊടുക്കുക, ഗുഡ് ബൈ, കഴിഞ്ഞു, ഇന്നത്തെ കഴിഞ്ഞു. ഈ തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോട്ടെ, എന്തായാലും ശരി. കാരണം നമ്മൾ ഈ ദേവന് കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായാലും ശരി നല്ലതിനാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ക്ഷേത്രങ്ങളിൽ കൊണ്ട് കൊടുത്തിട്ട് അതാണ് കുറച്ച് കൂടുതൽ കടുപ്പമെന്ന് പറഞ്ഞിട്ട് 10 രൂപ കൊടുത്തിട്ട് പറയുകയാണ് ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട് കേട്ടോ, 10 ലക്ഷം കിട്ടിയേക്കണമെന്ന്. 10 രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് 10 ലക്ഷം ഇങ്ങോട്ട് തരണമെന്ന്. ആ തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതാണ് നമ്മുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് മോശം എന്നുള്ള രീതിയിലല്ല, അതുകൊണ്ടാണ് നമുക്ക് ആ തരത്തിൽ കിട്ടുന്നത്. തന്നെ അർഹതയ്ക്കനുസരിച്ച് കിട്ടുന്നത്. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ നിന്നുകൊണ്ട് പോയി പ്രാർത്ഥിച്ചിട്ട് ഇപ്പം എന്തായി ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കാനും വേണം യോഗ്യത എന്ന്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ളവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പോയി കണ്ടു, എനിക്കൊന്നും കിട്ടിയില്ല, നീ പോയി കണ്ടില്ല, നിനക്ക് കിട്ടിയെന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ എന്താണ് കരളിൽ വിവേകം കൂടാതെ ചിലർ എന്ന് പറയുന്നത്. അപ്പം വിവേകം എന്ന് പറയുന്നത് കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യത്തിനകത്തൊക്കെ ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എനിക്ക് ചാടി പുറപ്പെടുന്നു. തല്ലിന്നുമേതപരമൊന്നുമില്ലെന്ന് എല്ലാവരോടും കുതറി വാവേശിയും സപതി, അത്തരത്തിൽ പോകുന്ന ബുദ്ധി ഉണ്ടല്ലോ. ആ ബുദ്ധി
ഇങ്ങനെയുള്ള ബുദ്ധി ഉണ്ടെന്ന് ആരെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരുടെ സമീപത്ത് പോലും പോകരുത്. കാരണം ഒരു ആധ്യാത്മിക മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവൻ ഏറ്റവും നല്ലത് നമുക്കറിയാം, ബഹുമാനത്തോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഹുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഭയക്കുക എന്നുള്ളതാണ്. ആ ഭയമില്ലായ്മ ഉണ്ടാവാൻ പാടില്ല. അല്ല, ഇത് അസുരന്മാരുടെ അടുത്ത് പോയിട്ട് ഭയരാഹിത്യം കാണിച്ചുകൊണ്ട് കാര്യമില്ല, ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. ദേവന്മാരോട് പോയിട്ടും ഏറ്റുമുട്ടാൻ പോകാൻ പാടില്ലാത്തവരാണ്. നമുക്ക് ദേവന്മാരോട് പോയി ഏറ്റുമുട്ടിയിട്ട് മനുഷ്യൻ ജയിക്കാൻ പോകത്തില്ല. അസുരന്മാരോട് ഏറ്റുമുട്ടിയിട്ട് മനുഷ്യനെ ഇന്നത്തെ നിലയിൽ രക്ഷപ്പെട്ടു പോകുക എന്ന് പറയാൻ സാധ്യമല്ല. ഇനി മൃഗങ്ങളോട് പോയിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഏത് വട്ടിയോടാണ് നമ്മൾ പോയിട്ട് കുരച്ച് ജയിക്കാൻ പോകുന്നത്? നമ്മൾ ജയിക്കത്തില്ലല്ലോ. പിന്നെ ഇപ്പം പന്നിയോട് പോയിട്ട്, ഈ ചെളിക്കുണ്ടി കിടക്കുന്ന പന്നിയോട് പോയിട്ട് ഗുസ്തി പിടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗുസ്തി പിടിക്കാൻ പോകുന്നവൻ പോയിട്ട് അവൻ്റെ മേത്ത് ചെടിയാകുമെന്നുള്ളതല്ലാണ്ട് പന്നിയുടെ സ്വഭാവം മാറാൻ പോകുന്നില്ലല്ലോ. അതായത് മൃഗങ്ങളോട് പോയിട്ട് മത്സരിച്ച് നമ്മൾ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വ്യർത്ഥമായ കാര്യമാണ്. ഏത് തരത്തിലാണ്, ആരോടാണ് നമുക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്നത്? പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിലുള്ളവർ, അയൽപക്കത്തുള്ളവർ, അതായത് അറിവിലുള്ള 1-2 ആൾക്കാരോട് മത്സരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവനെ നന്നാക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ തകരാറുണ്ടെന്നുള്ളത്. ആർക്കും ആരെയും നന്നാക്കാനൊന്നും പറ്റത്തില്ല. അവിടെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം, ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നല്ല ബോധം വേണം. ഈ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം അല്ല ഏറ്റിരിക്കുന്നത്, പകരം സേവിക്കാനുള്ളതാണ്. ആ സേവിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുവനെ ധാർമ്മികമായിട്ട് നടത്തൽ എന്ന് പറയുന്നത് സേവിക്കലിൻ്റെ ഭാഗമാണ്. അതൊരു ശിക്ഷാ നടപടി പേരിൽ അധികാരം കാണിക്കാനുള്ള അവകാശമായിട്ടല്ല മാറുന്നത്. പകരം ഈ നമ്മൾ ഇതുണ്ടല്ലോ, ഇപ്പം ഗോക്കളെ മേയ്ക്കുക, പശുവിനെ മേയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഘു നന്ദിനിയെ സേവിച്ചതുപോലെയുള്ള സേവയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ തന്നെ ഇവനിപ്പം പശുവിനെ ഒരു വിനോദം, ചാട്ടവാറ് കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നു, അവനെ മേയ്ക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കാൻ കിട്ടുന്നൊരവസരമായിട്ടല്ല അത് പോകും. അപ്പം നന്ദിനിയെ രഘു സേവിച്ചതിൻ്റെ കുട്ടികളില്ലാതിരുന്നിട്ട് നന്ദിനിയെ സേവിച്ചാൽ മതി എന്ന് വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം കേട്ടുകൊണ്ട് നന്ദിനിയെ സേവിക്കാൻ പോകുന്ന രഘുവിനെ കുറിച്ച് കാളിദാസൻ്റെ രഘുവംശത്തിലുണ്ട്. അവിടെയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നന്ദിനിയുടെ ഇഷ്ടാനുസരണമാണ് പോയിക്കൊണ്ട്, നന്ദിനി കാമധേനുവിൻ്റെ പുത്രി പശു, നന്ദിനിയുടെ ഇഷ്ടാനുസരണം മാത്രമാണ് രഘു പോകുന്നത്. നന്ദിനി കടന്നാൽ അവിടെ രഘു വിശ്രമിക്കും. നന്ദിനി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നടക്കും. അല്ലാതെ നന്ദിനിയെ നയിക്കുകയല്ല ചെയ്യുന്നത്. നന്ദിനിയാൽ നയിക്കപ്പെട്ടവനായിട്ട് രഘു പിന്തുടരുക മാത്രമേ ഉള്ളൂ. അതാണ് സേവ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സേവിക്കാൻ ഉള്ള മനസ്സോടു കൂടിയിട്ടുള്ള ഭക്തനായിട്ടാണ് നമ്മളെ തന്നെ കാണുന്നത്. ഭക്തനാണെങ്കിലും ഭക്തൻ സ്വയം അധികാരിയായിട്ട് കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ ഭക്തിഭാവം ഇല്ലാതാക്കുന്ന ഒന്നാണ് മത്സരം എന്ന് പറഞ്ഞാൽ. മത്സരബുദ്ധി എവിടെയുണ്ടോ ഭക്തിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ സാധ്യമല്ല. ഭക്തനാണോ മത്സരത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ ഏകാന്തേ സുഖമാസ്യതാം എന്ന് പറഞ്ഞുകൊണ്ട് ഏകാന്തത്തിൽ പോകണം. ബഹുജന സമ്പർക്കത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ബഹുജന സമ്പർക്കത്തിൽ ഏകാന്തതയിൽ ഞാൻ ഏകനായിട്ട് ആൾക്കൂട്ടത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് സമ്പർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യനായതുകൊണ്ട് പുണ്യപാപ സമ്മിശ്രമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ രക്ഷപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മുന്നിൽ കയറി വരാൻ പോകുന്ന ഭാവം എന്ന് പറയുന്നത് ഈ അധികാരം കാണിക്കാനും മത്സര ബുദ്ധിയും അധികാരം കാണിക്കാനും അവനെ ഒരു പാഠം പഠിപ്പിക്കാനും എനിക്ക് സ്വയം പറ്റിയില്ലെങ്കിൽ ഭഗവാന് ഇവനെ ഒരു തക്ക ശിക്ഷ കൊടുക്കണേ, ഈ തരത്തിൽ ബുദ്ധി പോകും. അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചാൽ പോലും സങ്കല്പിച്ചിട്ട് വിജയമാണ് ഇച്ഛിക്കുന്നത്. അതായത് വിജയിച്ചെന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ മുന്നിൽ ഞാൻ വിജയിക്കണം എന്നുള്ള ഇച്ഛയിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യവഹാരിയായി, സാധാരണക്കാരനെയായി. പിന്നെ എവിടെയാണ് ഭക്തൻ എന്ന് പറയുന്നത്? അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സാധാരണക്കാരൻ. അല്ലാണ്ട് ഭക്തനായ വ്യവഹാരി ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ഇത്രയേ ഉള്ളൂ. അതായത്
എല്ലാവരും അവരവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സംസാരികളെന്ന് പറയുന്നു. അതിലിവിടെ വേറൊരുത്തൻ ഭക്തനാണെന്നുള്ള ലേബലിൽ ഇതേപോലെ മത്സരിക്കുന്നവൻ എന്നുള്ളത്. മത്സരിക്കുന്നു എന്തിനു നാം വൃഥ, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് മത്സര ബുദ്ധി ഇല്ലാതിരിക്കണം ഒരു ഭക്തന് എന്ന്. ഇപ്പം ദേവന്മാരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേവന്മാർക്കാണെന്നുണ്ടെങ്കിലും ഈ മത്സരമില്ലായ്മ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഉണ്ട്. പക്ഷേ വിവേകബുദ്ധി ഉണ്ട് എങ്കിൽ മാത്രമേ ബ്രഹ്മജ്ഞാനത്തിന് അവിടെ സാധ്യതയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ അനേക ശരീരപ്രാപ്തി ഉണ്ടല്ലോ. അപ്പോൾ അനേക ശരീരപ്രാപ്തിയിൽ ഇവിടെ ദേവന്മാർക്ക് അസാധ്യമായിട്ടുള്ള ഒന്നല്ല എന്ന് സാരം. പിന്നെ കർമ്മത്തിനുള്ള അധികാരം എന്ന് പറയുന്നത് ഇല്ല. അതുകൊണ്ട് വിരോധ കർമ്മണീതി ചെയ്ത് കർമ്മത്തിന് അധികാരമില്ല. പിന്നെ അനേക ശരീരപ്രാപ്തി അവർക്ക് ഉണ്ട്. അതുകൊണ്ട് ഒരു കർമ്മത്തിന് അധികാരമില്ല എന്നുള്ള ഒരു ദോഷമായിട്ട് എടുക്കേണ്ട കാര്യവും ഇല്ല. ചില ശരീരങ്ങൾ, അപ്പോൾ ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഒരു യോഗി, ആ യോഗിയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഈ യോഗി ചില ശരീരങ്ങൾ കൊണ്ട് വിഷയസുഖം അനുഭവിക്കും, ചിലതുകൊണ്ട് കഠിനതപസ്സാചരിക്കും, പിന്നെ എല്ലാ ശരീരങ്ങളെയും തന്നിൽ തന്നെ ലയിപ്പിക്കും, സൂര്യൻ രശ്മികളെ ഉദ്ഭവിപ്പിക്കുകയും തന്നിൽ തന്നെ അടക്കുകയും ചെയ്യുന്നത് പോലെ ഈ വിധം അണിമാദ്യ ഐശ്വര്യബലത്താൽ യോഗികൾക്കും കൂടെ അനേക ശരീര സന്ധരണാദികൾ സാധിക്കുന്ന സ്ഥിതിക്ക് ജന്മനാ തന്നെ ഐശ്വര്യമുള്ള ദേവന്മാർ ആവശ്യമുള്ളപ്പോഴെല്ലാം ബഹുരൂപങ്ങളെ സ്വീകരിക്കുന്നു എന്ന്. ഇന്ദ്രോ പുരുരൂപയ്യത്തെ, ഇങ്ങനെയൊക്കെയുള്ള ഈ മന്ത്രങ്ങൾ നമുക്ക് പരമേശ്വരനെ കുറിച്ചും കാണാം. അപ്പോൾ ഇവിടെ പരമേശ്വരനെ കുറിച്ച് പറയുന്നു അവിടെ, പക്ഷെ ഇവിടെയാണെങ്കിൽ ദേവന്മാരെ കുറിച്ച് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് അതിനാൽ ഈ ബഹുരൂപങ്ങളെ സ്വീകരിക്കുന്നു എന്ന വാദം എടുക്കുക. അതായത് പല ദേഹങ്ങളെ സ്വീകരിക്കാൻ, ഇപ്പം അഗ്നിക്ക് പല സ്ഥലത്തും ഒരേ സമയം തന്നെ പ്രകടമാവാൻ പല ശരീരങ്ങൾ സ്വീകരിച്ചതുപോലെ അഗ്നി സ്വീകരിച്ച ശരീരം എന്ന് പറയുന്നത് ഏത് ഇന്ധനമാണോ ഉള്ളത് ആ ഇന്ധനം ശരീരമായിട്ട് സ്വീകരിച്ചു. അങ്ങനെയാണ് ആ ഇന്ധനം വഴി എന്നുള്ളത്. അപ്പോൾ അവിടെ ആ തരത്തിൽ പ്രകടമായതുപോലെ ഒരു വാദത്തിന് നമുക്കിങ്ങനെ എടുക്കാം. ഈ ജന്മനാ തന്നെ ഐശ്വര്യമുള്ള ദേവന്മാർ ആവശ്യമുള്ളപ്പോഴെല്ലാം ബഹുരൂപങ്ങളെ സ്വീകരിച്ച് അതാത് യാഗങ്ങൾ സന്നിഹിതരായിരിക്കുന്നു എന്ന് പറയണമോ? അവരെ ഇതരന്മാർ കാണാതിരിക്കുന്നത് അന്തർധാന വിദ്യ അവർക്കുള്ളത് കൊണ്ടാണെന്നതിൽ അനുപത്തിക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്രകാരം പല രൂപങ്ങളിൽ, അതായത് ഒരു ദേവൻ തന്നെ പല സ്ഥലത്തും ഒരേ സമയം പ്രകടമാകുന്നതിനകത്ത് അങ്ങനെ പറയുന്നു എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാണുന്ന ഒരു വാദം എന്ന് പറയുന്നത്. ഒരു വാദമാണ് കേട്ടോ, ഓരോരോ വാദങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് ഈ അനേക പ്രതിപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം നമ്മളിപ്പോൾ ഒരേ സമയം പല ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എല്ലായിടത്തും പ്രകടമാവുന്നു എന്നർത്ഥം തന്നെ എടുക്കണമെന്നില്ല. പകരം ഈ പറഞ്ഞ യാഗങ്ങളിലുള്ള എല്ലാവരുടെയും ആഹുതികൾ സ്വീകരിക്കുന്നവനായിട്ടിരുന്നാലും മതി. നമ്മൾ കണ്ടല്ലോ, ഒരു ഗുരുവിന് 100 പേര് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിനകത്ത് 100 ശരീരങ്ങൾ വെച്ചുകൊണ്ട് ഓരോ ശിഷ്യൻ്റെയും മുന്നിൽ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞത് മാതിരി. കാരണം മനസ്സിലാണ് സങ്കല്പം നിൽക്കുന്നത്, ആ സങ്കല്പത്തിൽ അവിടെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ശിഷ്യൻ നമസ്കരിക്കുന്നത് ശരീരം കൊണ്ടാണ് എന്നുണ്ടെങ്കിലും സങ്കല്പം കിടക്കുന്നത് മനസ്സിലാണ്. ആ മനസ്സിലുള്ള ഗുരുവിനാണ് സങ്കല്പം പോകുന്നത്. അല്ലാതെ മനസ്സിലില്ലാത്ത ഗുരുവിന് പുറത്തുള്ള മനസ്സിലില്ല പക്ഷേ പുറത്തുണ്ട് അങ്ങനത്തെ ഗുരുവിനാണ് നമസ്കരിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ചിന്ത വേണമെന്നുണ്ടെങ്കിൽ മനസ്സ് വേണം. മനസ്സിൽ ചിന്തിക്കുന്നിടത്താണ് നമസ്കാരം കിടക്കുന്നത്, മനസ്സിലാണ് ഗുരു നിൽക്കുന്നത്. ഏത് ഗുരുവിനാണോ നമസ്കരിക്കുന്നത് ആ ഗുരു മനസ്സിലാണ് നിൽക്കുന്നത്. മനസ്സിൽ തന്നെയാണ് ഈ ഞാൻ നമസ്കരിക്കുന്നു എന്ന ചിന്തയും അവിടെ തന്നെയാണ് കിടക്കുന്നത്. ഈ ശരീരം കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ള ശരീരബോധവും നിൽക്കുന്നത് ആ മനസ്സിൽ തന്നെയാണ്. അപ്പം ശരീരം കൊണ്ടാണ്
ശരീരവാനായിരിക്കുന്ന ഗുരുവിനെയാണ് നമ്മൾ നമസ്കരിക്കുന്നതായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിലും അവനവൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവിനെ അവനവൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ശരീരം കൊണ്ട് നമസ്കരിക്കുന്നതിൻ്റെ ഒരു ബാഹ്യ പ്രകടനം മാത്രമാണ് പുറത്ത് കാണുന്നത്. അതുകൊണ്ട് പുറത്ത് കാണുന്നതിനാണോ ബലം, അകത്ത് കണ്ടതിനാണോ ബലം? അകത്തുള്ളതാണ് ശരിക്കുള്ളത് ഉപാസന എന്ന് പറയുന്നത്. പുറത്തുള്ളതെന്ന് പറയുന്നത് ഇതിനകത്ത് ഗണിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അബദ്ധത്തിൽ ഒരാൾ വീണാൽ മറ്റുള്ളവർ നോക്കിയിട്ട് പറഞ്ഞു, അയാൾ ചെന്നിട്ട് ആദ്യം തന്നെ ഇപ്പം എന്ത് സ്റ്റേജിലോട്ട് കയറുകയാണ്, സ്റ്റേജിൽ ഒരാൾ ഇരിക്കുകയാണ്, കയറുന്ന പോക്കിൽ തന്നെ ഒരാൾ ഒന്ന് കാല് തെറ്റി. ഈ കാല് തെറ്റിയത് കാല് തെറ്റിയ ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ കാല് തെറ്റിയെന്ന്. അയാൾ നേരെ ഈ സാഷ്ടാംഗമായിട്ട് വീണു. വീണ് കഴിയുമ്പം ഭക്തന്മാർ കൂടിയിരിക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഭക്തന്മാരുടനെ പറയുന്നു, അതേ സ്റ്റേജിൽ കയറിയപ്പം തന്നെ സാഷ്ടാംഗം നമസ്കരിച്ചു. അതേസമയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ന് ഇത് ആരെ കണികൊണ്ടാണോ ഇറങ്ങിയെന്നുള്ള രീതിയിലുള്ള ഇതായിരിക്കും. അല്ലെങ്കിൽ ആകപ്പാടെ ഇളിഭ്യനായിട്ടുള്ള സ്ഥിതി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമസ്കാരമില്ല, ബാക്കിയുള്ളവരുടെ ദൃഷ്ടിയിൽ നമസ്കാരമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏതാണ്? ശരീരം കൊണ്ട് നമസ്കാര സദൃശ്യമായിട്ടുള്ള ശരീര വിക്ഷേപമാണ് അവിടെ സംഭവിച്ചത്. ഇതിനൊന്നും പ്രസക്തിയില്ല. മനസ്സിലില്ല എങ്കിൽ പുറത്തും ഇല്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ അധികരണത്തിലെ ചർച്ചകൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ